decides the expiry date of a woman's dream? ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യരുടെ കഥാപാത്രമായ നിരുപമയുടേതാണ് ഈ ചോദ്യം. തൻ്റെ സ്വപ്നങ്ങളെ ഓരോന്നായി കയ്യെത്തിപ്പിടിച്ച് ഇഷ്ടങ്ങളെ പുറകെ പോകുന്ന 47കാരി മഞ്ജു വാര്യർ തൻ്റെ ജീവിതം കൊണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ. സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല. അത് ഉറപ്പിക്കുകയാണ് അഡ്വഞ്ചർ ബൈക്കിൽ മഴ നനഞ്ഞ് യാത്ര ചെയ്യുന്ന മഞ്ജുവിൻ്റെ വൈറൽ വീഡിയോ. ധനുഷ്കോടിയിലെ ആ വിജന പാതകളിൽ മഞ്ജു ഓടിച്ചു പോയത് കേവലം ഒരു ലക്ഷറി ബൈക്കല്ല, മറിച്ച് തൻ്റെ സ്വപ്നങ്ങളെയും സ്വാതന്ത്ര്യത്തെയുമാണ്. പ്രകൃതിയുടെ താണ്ഡവത്തിൽ എല്ലാം തകർന്നു പോയ പ്രേതനഗരം എന്ന് വിളിക്കപ്പെടുന്ന ധനുഷ്കോടിയുടെ വിജനമായ പാതകൾ. ഒരു വശത്ത് പ്രക്ഷുബ്ധമായ കടൽ, മറുവശത്ത് മണൽ പരപ്പുകൾ. ഈ പശ്ചാത്തലത്തിലൂടെ കരുത്തുറ്റ ഒരു BMW അഡ്വഞ്ചർ ബൈക്കിൽ മഴ നനഞ്ഞ് കാറ്റിനെ വകഞ്ഞു മാറ്റി ഒരാൾ പറന്നു വരുന്നു. മലയാളത്തിൻ്റെ പ്രിയ താരം മഞ്ജു വാര്യർ. ആ കാഴ്ച കേവലം ഒരു ബൈക്ക് യാത്രയല്ല, മറിച്ച് തകർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ വിളംബരം കൂടിയാണ്. സർവം കടലെടുത്ത ധനുഷ്കോടിയെപ്പോലെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു കാലഘട്ടം വ്യക്തിപരമായ പ്രതിസന്ധികളിൽ ഹോമിക്കപ്പെട്ടിട്ടും അവിടെ നിന്ന് ചാരത്തിൽ നിന്നുയരുന്ന ഫിനിക്സ് പക്ഷിയെപ്പോലെ മഞ്ജു വാര്യർ തിരിച്ചു വന്നു. ധനുഷ്കോടിക്ക് പറയാനുള്ളത് നഷ്ടപ്പെട്ട പ്രതാപത്തിൻ്റെ കഥയാണെങ്കിൽ മഞ്ജു വാര്യർക്ക് പറയാനുള്ളത് സ്വയം വീണ്ടെടുത്ത വ്യക്തിത്വത്തിൻ്റെ കഥയാണ്. കഴിഞ്ഞുപോയ ഓരോ അനുഭവത്തിനും നന്ദിയുണ്ട്. ഇപ്പോൾ ജീവിതത്തിലുള്ളതൊക്കെയും നന്ദിയോടെ സ്വീകരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന എല്ലാത്തിനെയും പ്രതീക്ഷയോടെയും നന്ദിയോടെയും കാത്തിരിക്കുന്നു. തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനൊപ്പം മഞ്ജു കുറിച്ച ഈ വരിക അവരുടെ ജീവിത വീക്ഷണത്തിൻ്റെ തെളിവാണ്. നഷ്ടങ്ങളെക്കുറിച്ചുള്ള വിലാപങ്ങളല്ല, മറിച്ച് വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയാണ് മഞ്ജു വാര്യരെ മുന്നോട്ട് നയിക്കുന്നത്. തമിഴ് താരം അജിത്തിനൊപ്പമുള്ള ലഡാക്ക് യാത്രയാണ് മഞ്ജുവിൻ്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവായത്. 40കളിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാഹസികതകൾ ഏറ്റെടുക്കാനും മടിയില്ലെന്ന് അവർ തെളിയിച്ചു. ഏകദേശം 23 ലക്ഷം രൂപ വില വരുന്ന 1254 cc കരുത്തുള്ള ബൈക്കിൽ ധനുഷ്കോടിയിലൂടെ ഇരുന്നും നിന്നുമുള്ള അവരുടെ യാത്ര സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. സാഹിത്യകാരി എസ് ശാരദക്കുട്ടി മഞ്ജുവിനെ വിശേഷിപ്പിച്ചത് പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഒരു മികച്ച പാഠപുസ്തകമെന്നാണ്. കുടുംബത്തിന് താനില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, തനിക്ക് കുടുംബമില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ല എന്നും തെളിയിച്ച സ്ത്രീ എന്നാണ് അവർ മഞ്ജുവിനെ അടയാളപ്പെടുത്തിയത്. ആണിനും പെണ്ണിനും സദാചാര ബോധ്യങ്ങൾക്ക് മുന്നിൽ തളരാതെ ആത്മാഭിമാനത്തോടെ പറന്നു കിടക്കുന്ന മഞ്ജു പുതിയ കാലത്തെ സ്ത്രീകൾക്ക് വലിയൊരു പ്രചോദനമാണ്. മഞ്ജുവിൻ്റെ ഈ സ്വതന്ത്രമായ യാത്രയെ പലരും പെയ്ഡ് സൈബർ ആക്രമണങ്ങളിലൂടെ നേരിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന സ്നേഹമാണ് മഞ്ജുവിന് ആരാധകരിൽ നിന്ന് ലഭിക്കുന്നത്. ആരോടും പരാതികളില്ലാതെ, ആരെയും കുറ്റപ്പെടുത്താതെ സ്വന്തം കരിയറിലും വ്യക്തിജീവിതത്തിലും സന്തോഷം കണ്ടെത്തുന്ന മഞ്ജു വാര്യരുടെ രീതി അതിശയകരമാണ്. ധനുഷ്കോടിയിലെ അവിജന പാതകളിൽ മഞ്ജു ഓടിച്ചു പോയത് കേവലം ഒരു ലക്ഷറി ബൈക്കല്ല, മറിച്ച് തൻ്റെ സ്വപ്നങ്ങളെയും സ്വാതന്ത്ര്യത്തെയുമാണ്. 47ാം വയസ്സിലും ഏറ്റവും സുന്ദരിയായി പ്രസന്നവതിയായി മഞ്ജു ജീവിതം ജീവിച്ചു കാണിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ഇടത്തു നിന്ന് ജീവിതം എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നതിന് മഞ്ജു വാര്യർ എന്ന പേരിനേക്കാൾ മികച്ച മറ്റൊരു ഉദാഹരണം ഇന്ന് കേരളത്തിലില്ല. മഞ്ജു വാര്യരുടെ രണ്ടാം വരവിനെ കേവലം ഒരു സിനിമാ നടിയുടെ തിരിച്ചുവരവായിട്ടല്ല ആരാധകർ കാണുന്നത്, മറിച്ച് സ്ത്രീത്വത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച ഒരു പോരാട്ടമായിട്ടാണ്. വിവാഹമോചന വേളയിൽ കോടതി വഴിയുള്ള ജീവനാംശത്തിനോ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾക്കോ വേണ്ടി വാദിക്കാതെ തൻ്റെ ആത്മാഭിമാനം മാത്രം മുറുകെ പിടിച്ചാണ് മഞ്ജു കോടതിയുടെ പടികളിറങ്ങിയത്. വിവാഹമോചന സമയത്ത് വെറും 1500 രൂപയുമായി വീട് വിട്ടിറങ്ങിയ മഞ്ജുവിനെക്കുറിച്ചുള്ള കഥകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട്. കോടികളുടെ ആസ്തിയുള്ള കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിയമപരമായി ലഭിക്കാവുന്ന വലിയൊരു തുക വേണ്ടെന്ന് വയ്ക്കാൻ കാണിച്ച ആർജവം അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കോ വിവാദങ്ങൾക്കോ എതിരെ ഒരു പത്രസമ്മേളനം നടത്താനോ ആരെയും പഴിചാരാനോ മഞ്ജു തയ്യാറായില്ല. തൻ്റെ മൗനത്തെ ആയുധമാക്കിയ താരം സ്വന്തം അധ്വാനത്തിലൂടെ വീണ്ടും സിനിമയിൽ പച്ചപിടിക്കുകയും സമ്പാദിക്കുകയും ചെയ്തു. അവൾ അഭിനയിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് ഭർത്താവ് പറയുന്നിടത്ത് ഒതുങ്ങിക്കൂടാതെ തൻ്റെ സ്വപ്നങ്ങൾക്ക് താൻ തന്നെയാണ് അതിര് നിശ്ചയിക്കേണ്ടതെന്ന് അവർ തെളിയിച്ചു.
ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും കരുത്തുറ്റ സിനിമാ താരമായി മാറുമ്പോഴും അത് മറ്റാരുടെയും ഔദാര്യമല്ല, മറിച്ച് സ്വന്തം കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയ സാമ്രാജ്യമാണ്. ധനുഷ്കോടിയിലെ ആ ബൈക്ക് യാത്രയിൽ അവർ അനുഭവിക്കുന്ന സന്തോഷം മറ്റാരെയും തോൽപ്പിക്കാനല്ല, മറിച്ച് താൻ അർഹിക്കുന്ന സ്വാതന്ത്ര്യം ആഘോഷിക്കാനാണ്. പണത്തേക്കാൾ മൂല്യം സ്വന്തം സമാധാനത്തിനും ആത്മസംതൃപ്തിക്കുമാണെന്ന് തിരിച്ചറിഞ്ഞ ഒട്ടനവധി സ്ത്രീകൾക്ക് മഞ്ജു ഇന്നൊരു മാതൃകയാണ്. മകൾക്കും വേണ്ട, മുൻഭർത്താവിനും വേണ്ട, ആകെയുള്ള സന്തോഷം ആരുമില്ലാത്തവൾ എന്ന് പൊതുജനത്തെ ബോധിപ്പിച്ച് ഹീറോ ആവുക. കുടുംബം വേണ്ട, മകളെയും നോക്കണ്ട, അങ്ങനെയുള്ളവൾക്ക് എന്ത് കോലം കെട്ടിയും നടക്കാം. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ഈ വാചകം കേൾക്കുമ്പോൾ രക്തം തിളയ്ക്കുന്നവർ ഉണ്ടാകാം. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം ചിന്തിച്ചിട്ടുണ്ടോ? സത്യമാണ്, അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ വലിയ പ്രശ്നമാണ്. കാരണം സ്വന്തമായി വരുമാനമുണ്ടായാൽ ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന കാശിനകത്ത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. ഒറ്റയ്ക്ക് ലോകം കണ്ടാൽ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ലോകമാണ് വലുതെന്ന് അവളെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല. സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ അവൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് ആരെയാണ് ഭരിക്കാൻ കിട്ടുക? ഭരിക്കാൻ ഒരാളില്ലെങ്കിൽ പിന്നെ ഈ പൗരുഷത്തിനൊക്കെ എന്ത് വില? സ്വന്തമായി നിലപാടുള്ള സ്ത്രീയെ അനുസരിപ്പിക്കാൻ പാടാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുക്കാതെ ഇരിക്കുന്നതല്ലേ ബുദ്ധി. സ്വാതന്ത്ര്യം എന്നത് ആരും ആർക്കും ദാനമായി നൽകേണ്ട ഒന്നല്ല, അത് അവളുടെ അവകാശമാണ്. സ്വാതന്ത്ര്യമുള്ള സ്ത്രീയാണ് സമൂഹത്തിൻ്റെ കരുത്ത്, അല്ലാതെ ഭയന്ന് കഴിയുന്ന സ്ത്രീയല്ല. മഞ്ജു വാര്യർ തൻ്റെ BMW ബൈക്കിൽ ധനുഷ്കോടിക്ക് ചെത്തിയടിച്ച് പോകുന്ന വീഡിയോ കണ്ട് കോരിത്തരിച്ച് വെറുതെ ആ പോസ്റ്റിലെ കമൻസിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോയതാണ് ഈ പോസ്റ്റിന് കാരണമായത്. സാക്ഷര കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ഇതൊന്നും അത്ര പിടിച്ച മട്ടില്ല. കാരണം സ്ത്രീയുടെ സന്തോഷം കുടുംബവുമായി മാത്രം ബന്ധപ്പെട്ട് കിടന്നാൽ മതിയെന്നൊരു വാശി ഇപ്പോഴും ഈ കാലത്തും പലർക്കും ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞു പോയതിനും ഇപ്പോൾ ഉള്ളതിനും വരാനിരിക്കുന്നതിനുമെല്ലാം നന്ദിയെന്ന് എഴുതി വെച്ച് മഞ്ജു ഇങ്ങനെ BMWയിൽ ചീറിപ്പാഞ്ഞു പോകുന്നത് കാണുന്നത് തന്നെ ഒരു മോട്ടിവേഷനാണ്. ആരോടും അനുമതി ചോദിക്കാതെ, തരുമ്പും കുറ്റബോധമില്ലാതെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് നിറഞ്ഞ കാലത്തെ പിന്നിലാക്കി മുന്നോട്ട് നടക്കാൻ സാധിച്ചതിൻ്റെ നന്ദിയോടെ ജീവിതമിങ്ങനെ ആസ്വദിച്ച് ഒരു സ്ത്രീക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുവെങ്കിൽ അതിൽ പരം സന്തോഷം അവൾക്ക് വേറെന്താണ് കിട്ടാനുള്ളത്? ഇതിലെടുത്ത് പറയാനുള്ളത്, ഏറെക്കാലം കൂട്ടിലടച്ച കിളിയെപ്പോലെ കുടുംബത്തിനകത്ത് കഴിഞ്ഞ സ്ത്രീ സ്വന്തം നിലയ്ക്ക് ഒന്നേന്ന് തുടങ്ങി സാവധാനം വെട്ടിപ്പിടിച്ച് നേടിയതാണ് ഈ ജീവിതവും ഇതിലെ സുഖസൗകര്യങ്ങളുമെല്ലാം. മഞ്ജു സ്വന്തം സുഖസൗകര്യങ്ങൾ തേടി സ്വന്തം മകളെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നവരോട് ഒരു ചോദ്യം. ജനിച്ച് ഒരു ദിവസം പോലും ആകാത്ത, മുലകുടി പോലും മാറാത്ത കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചവളാണോ മഞ്ജു? അല്ല. തൻ്റെ കരിയറിൽ തിളങ്ങി നിന്ന കാലത്തെ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഭർത്താവിനും മകൾക്ക് വേണ്ടി നിന്നവളാണ് മഞ്ജു. കോടതിയിൽ അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ഇഷ്ടമെന്ന് പറയുമ്പോൾ ബുദ്ധി ഉറയ്ക്കാത്ത കുട്ടിക്കറിയില്ലല്ലോ. സ്വാഭാവികമായി അച്ഛനെ ഇഷ്ടമെന്ന് പറയുമ്പോൾ അമ്മയെയും, അമ്മയെ ഇഷ്ടമെന്ന് പറയുമ്പോൾ അച്ഛനെയും ആ കുട്ടിക്ക് എന്നേക്കുമായി നഷ്ടമാവുകയാണെന്ന്. ഇതറിഞ്ഞിരുന്നുവെങ്കിൽ മീനാക്ഷി അന്ന് പറഞ്ഞേനെ, എനിക്ക് അച്ഛനെയും അമ്മയെയും ഒരുപോലെ ഇഷ്ടമെന്ന്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കണ്ണീരോടെ ഇറങ്ങുമ്പോൾ മഞ്ജുവിന് മകളെ കൂടെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ തോന്നിയില്ല എന്നതാണ് സത്യം. എന്തൊക്കെ പറഞ്ഞാലും മകളുടെ പ്രിയപ്പെട്ട അച്ഛനായിരുന്നിരിക്കാം ദിലീപ്. എന്നോട് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായും പറയും അച്ഛനെ എന്ന്. അതിനർത്ഥം എനിക്ക് അമ്മയെ ഇഷ്ടമല്ല എന്നല്ല. കോടതി വരാന്തയിൽ അങ്ങനെ ദയനീയ അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്ന മീനാക്ഷിയെ പോലത്തെ ധാരാളം കുട്ടികളുണ്ട്. മീനാക്ഷി പിറന്നാൾ ആഘോഷം കാണുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം, ദിലീപിനൊപ്പം മഞ്ജു വാര്യർ ആയിരുന്നപ്പോൾ മീനാക്ഷിക്ക് പിറന്നാൾ ഇല്ലായിരുന്നോ? കാവ്യയ്ക്കൊപ്പം മീനാക്ഷിയുടെ 25ാം പിറന്നാൾ ആഘോഷിക്കുന്ന ദിലീപ് മഞ്ജു വാര്യർക്കൊപ്പമായിരുന്നപ്പോൾ ഉള്ള മീനാക്ഷിയുടെ 1ാം പിറന്നാൾ മനഃപൂർവ്വം മറന്നതാണോ? ഇപ്പോൾ കാവ്യയ്ക്കൊപ്പം കുടുംബമായി പൊതുസ്ഥലങ്ങളിൽ പോകുന്നത് പോലെ ദിലീപ് മഞ്ജു വാര്യരുമായി ഒരു സ്ഥലങ്ങളിലും പോയിട്ടില്ല. ആരുടെയും ഇഷ്ടത്തിനൊത്തല്ല, കഴിഞ്ഞുപോയ കാലത്തിൻ്റെ കുറ്റബോധം പേറിയുമല്ല. മൈ ലൈഫ് മൈ റൂൾസ് എന്ന അക്ഷരാർത്ഥത്തിൽ ജീവിച്ച് തെളിയിക്കുകയാണ് മഞ്ജു വാര്യർ. കുടുംബത്തിന് താനില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, തനിക്ക് കുടുംബമില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ല എന്ന് തെളിയിച്ചവൾ. കഴിഞ്ഞു പോയതിനെ പിന്നിലാക്കി ഇപ്പോൾ ഉള്ളതിനെ നന്ദിയോടെ ചേർത്ത് പിടിച്ച് വരാനിരിക്കുന്നതിനെ ഭയമില്ലാതെ നോക്കി അവർ അങ്ങനെ ചീറിപ്പാഞ്ഞു പോകട്ടെ.
അതിരുകൾ ഭേദിക്കാനുള്ള ഈ കഴിവിനും ധൈര്യത്തിനും ബിഗ് സല്യൂട്ട്. എനിക്കൊരു കഴിഞ്ഞ